യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞായറാഴ്ച ദിവസം എല്ലാവർക്കും നല്ലൊരു ദിവസം സന്തോഷത്തോടെ ദൈവാനുഗ്രഹത്തോടെ ആശംസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നാം കേൾക്കാൻ പോകുന്ന ദൈവവചനം നമ്മളെ അത്ഭുതകരമായി സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ഭവനത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ രോഗമായി വളരെ സങ്കടത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ആ വീട്ടിലുള്ളവർ കണ്ണുനീരോടെ പറഞ്ഞൊരു വാക്കുണ്ട്. ഈ വചനമാണ് ഞങ്ങളെ ഈ അവസ്ഥയിൽ പിടിച്ചു നിർത്തുന്നത്, ശക്തീകരിക്കുന്നത്, മുന്നോട്ട് നയിക്കുന്നത്. വചനം നമ്മളെ ശക്തീകരിക്കും. വചനം നമുക്ക് പ്രത്യാശ നൽകും. വചനം നമുക്ക് ബലം തരും. മുന്നോട്ട് പോകാനുള്ള കരുത്തും ബലവും തരുന്നതാണ് ദൈവവചനം. എന്നെ സ്നേഹിക്കുന്ന ഒരു നല്ല ദൈവം എനിക്കുണ്ട് എന്ന സത്യസന്ധമായൊരു ബോധ്യം മതി ഒരാൾ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കാൻ, ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ. ഈ അവസ്ഥയിലും എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു നല്ല ദൈവം ഉണ്ടെന്ന ഒറ്റ ബോധ്യം മതി ഒരാൾ ദൈവത്തിലേക്ക് അടുത്തു വരാൻ, ഒരാൾ ജീവിതത്തിൽ അനുതപിക്കാൻ. നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിലേക്ക് കുറേ കൂടി അടുത്തു വരാൻ അനേകർക്ക് ദൈവം ഭാഗ്യവും അവസരവും കൊടുക്കട്ടെ. ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കുവാണ്. കർത്താവേ, ജീവിതത്തിൽ അങ്ങ് തരുന്ന മഹാഭാഗ്യം കണ്ണുകൊണ്ട് കാണാനും മനസ്സുകൊണ്ട് മനസ്സിലാക്കാനും ജീവിതത്തിൽ അത് അനുഭവിക്കാനും ഇടയാക്കണമേ. പ്രാർത്ഥിച്ച് കർത്താവ്, എല്ലാ ദിവസവും അങ്ങയുടെ വചനം കേൾക്കുന്ന ഞങ്ങൾക്ക് അങ്ങ് നൽകുന്ന വചനത്തിലൂടെ നൽകുന്ന ആ മഹാഭാഗ്യം കണ്ണുകൊണ്ട് കാണാനും മനസ്സുകൊണ്ട് മനസ്സിലാക്കാനും ജീവിതത്തിൽ അത് അനുഭവിക്കാനും ഇടയാക്കണമേ. എല്ലാവരും അത് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോക്കെ. കർത്താവെ, അങ്ങ് നൽകുന്ന, അതും വചനത്തിലൂടെ നൽകുന്ന, പ്രാർത്ഥനയിലൂടെ നൽകുന്ന മഹാഭാഗ്യം കണ്ണുകൊണ്ട് കാണാനും മനസ്സുകൊണ്ടത് മനസ്സിലാക്കാനും ജീവിതത്തിൽ അതനുഭവിക്കാനും ഇടയാക്കണമേ. നമ്മുടെ പ്രാർത്ഥനയാണ്, നമ്മുടെ വിശ്വാസമാണ്, നമ്മൾ കേൾക്കുന്ന വചനമാണ് ഓരോ ദിവസവും ജീവിതത്തിൽ ഭംഗി കൂട്ടുന്നത്. ജീവിതത്തിൻ്റെ ഭംഗി കുറഞ്ഞു പോകുന്ന ലോകത്താണ് ജീവിച്ചിരിക്കുന്നത്. ജീവിതത്തിൻ്റെ ഭംഗി കൂട്ടുന്നതാണ് ഓരോ ദിവസത്തെയും പ്രാർത്ഥനകൾ. ഇന്ന് നമുക്ക് പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കാം. ഈ വചനം ഒന്ന് എല്ലാവരും കേൾക്കുക. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 23-ാം അധ്യായം 29-ാമത്തെ വാക്യം. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 23-ാം അധ്യായം 29-ാമത്തെ വാക്യം വായിക്കട്ടെ. എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ? കർത്താവ് ചോദിക്കുന്നു. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് തളരുന്നവരാ കൂടുതൽ. ഓരോ കാര്യങ്ങളെക്കുറിച്ചും ആലോചിച്ച് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ചിന്തിച്ച് മനസ്സ് തളർന്നു പോകുന്നു. ആ വാക്യം ശ്രദ്ധിച്ച്, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ? പാറയെ തകർക്കുന്ന കൂടം. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ അനുഭവിക്കുന്ന ചില നിരാശ എന്ന ചിന്ത, അത് ചിന്തിച്ച് ഉറച്ചൊരു പാറ പോലെയായി കാണും. ചിലപ്പോൾ നമ്മുടെ അകത്തുള്ള ചില കോംപ്ലക്സ്, അത് ഉറച്ചൊരു പാറ പോലെയായി കാണും. ചിലപ്പോൾ നമ്മുടെ അകത്തുള്ള ഇനി ഞാൻ രക്ഷപ്പെടുകയില്ല, എനിക്കൊരു ജീവിതമൊന്നുമില്ല, എൻ്റെ ഭാവി എങ്ങനെ ശരിയാകാനാണ്
എൻ്റെ ജീവിതം നന്നായിട്ട് പോകുകയില്ലെന്ന എനിക്ക് ഉറപ്പുണ്ട്, പോകുകയില്ലെന്ന്, ഇതിങ്ങനെയൊക്കെ വരുള്ളൂ. ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് ഉറച്ച് അതൊരു പാറ പോലെയായി കാണും. അങ്ങനെയൊക്കെ ഉണ്ടോ? ചിലർക്ക് ആത്മഹത്യ പ്രവണതയാണ് പാറ പോലെയായത്, ചിലർക്ക് നിരാശയാണ്, ചിലർക്ക് നെഗറ്റീവ് ചിന്തകളാണ്. ഉറച്ചുറച്ചത് പാറ പോലെയായി. അപ്പം ഈ ആയുധം കയ്യിലെടുക്കണം. വചനമെന്ന ആയുധം കയ്യിലെടുത്ത് ആ പാറയെ പൊട്ടിക്കണം. ആ പാറയെ പൊട്ടിക്കുമ്പോഴാണ്, പൊട്ടിക്കാൻ പറ്റും. അതാ പറഞ്ഞത്, എൻ്റെ വചനം പാറയെ തകർക്കുന്ന കൂടം പോലെയാണ്. അപ്പം പാറയെ തകർക്കുന്ന കൂടമാണ് വചനം. അതിനെ, ആ വചനമെന്ന ആയുധത്തെ വിശ്വാസത്തിൽ അധരം കൊണ്ടെടുക്കുന്നത് കൈകൊണ്ടെടുക്കുന്ന ആയുധം പോലെയാണ്. ആ വചനത്തെ വിശ്വാസത്തിലെടുത്ത്, കർത്താവേ, എൻ്റെ മനസ്സിനകത്ത് ഒരു സന്തോഷമില്ല, എൻ്റെ വീടിനകത്ത് മുഴുവൻ പ്രശ്നങ്ങളാണ്, എൻ്റെ ജീവിതം ആകെ താളം തെറ്റുകയാണ്. ആ പാറമേൽ ഈ വചനമെന്ന കൂടം കൊണ്ട് ഞാൻ അടിക്കുന്നു. പൊടിയാത്ത പാറ പോലെ ഉറച്ചിരിക്കുന്നൊരു പ്രശ്നമാണ്. വചനമാകുന്ന കൂടം കൊണ്ട് അതിനെ അടിക്കുക. അത് പൊട്ടും, അത് പൊട്ടും. അത് ജീവിതത്തെ ഒരു പുത്തൻ അധ്യായം തുറക്കാൻ അത് കാരണമാവും. ഇത് പലരുടെയും ജീവിതാനുഭവം കേട്ടോ. കാര്യം അവർക്ക് കഴിവും പ്രാപ്തിയും ബുദ്ധിയും ശക്തിയും ആവശ്യത്തിന് വിദ്യാഭ്യാസവും എല്ലാം ഉണ്ട്. പക്ഷേ അവരുടെ ജീവിതത്തിനകത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന ചില നിരാശ, വിഷമം, സങ്കടം, ആരോടും പറയാൻ പറ്റാത്ത സങ്കടങ്ങൾ, ആരോടൊന്ന് ഷെയർ ചെയ്യാൻ പോലും പറ്റാതെ വീർപ്പുമുട്ടുന്ന അവസ്ഥകൾ, വറചട്ടിക്കകത്തിട്ട് വറക്കുന്നത് പോലെ പ്രതിസന്ധിക്കകത്ത് കിടന്ന് ഉലയുന്ന അവസ്ഥ. എന്നാ ചെയ്യണമെന്നറിയത്തില്ല, എന്തു ചെയ്യണം? 10 പേരെ കൂട്ടിയല്ല പ്രശ്നം പരിഹരിക്കേണ്ടത്. എൻ്റെ വചനം പാറയെ തകർക്കുന്ന കൂടം പോലെയാണ്. ആ വചനം, ആ ഓരോ ദിവസവും കേൾക്കുന്ന വചനം ആ പ്രതിസന്ധിയുടെ മേൽ പ്രയോഗിക്കണം. ആ വിശ്വാസത്തോടെ പറയണം. അപ്പോൾ അത് പൊട്ടും, അത് പൊട്ടി മാറും, അതിൻ്റെ കനം കുറയും. നിങ്ങളുടെ ഭവനത്തിൽ ആരെങ്കിലും ദൈവത്തിൽ നിന്നകന്നോ മാനസാന്തരപ്പെടാതെയോ മദ്യപാനത്തിലോ ലഹരി വസ്തുക്കൾക്കോ അടിമയായിട്ടൊക്കെ ഉണ്ടോ? ഉപയോഗിക്കേണ്ട ഒരായുധം വചനമെന്ന ആയുധമാണ്, വചനമെന്ന കൂടമാണ്. അവർ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാകില്ല, അവരിതിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. നമ്മൾ അവർക്ക് വേണ്ടി വചനമെന്ന കൂടത്തെ എടുക്കുക. ഹല്ലേലൂയ. ഇന്ന് പ്രത്യേകിച്ച് തിങ്കളാഴ്ച മുതൽ ഇന്ന് ഞായറാഴ്ച വരെ പ്രാർത്ഥിച്ചത് ഈ ഒരു വിഷയത്തിന് വേണ്ടിയാണ്. മദ്യപാനത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമകളായി പോയ വ്യക്തികളെ ജീവിതത്തിൽ രക്ഷിച്ചെടുക്കണം. അതിനുപയോഗിക്കേണ്ട ആയുധം വചനമെന്ന കൂടമാണ്. ചിലർക്ക് ആ ഒരു മദ്യപാനം, മയക്കുമരുന്ന്, ലഹരി, അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. അത് ആ സ്വഭാവം, ആ ശീലം ഉറച്ചൊരു പാറ പോലെയായി. ആരും ഉപദേശിച്ചാലും ഏൽക്കുന്നില്ല, പറഞ്ഞാലും ഏൽക്കുന്നില്ല, എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. വീണ്ടും അതേ അവസ്ഥയിലേക്ക് പോകുന്നു. പാറ പോലെയായി. വചനമാകുന്ന കൂടം കൊണ്ട് അതിനെ അടിക്കണം. എന്നെ കേൾക്കുന്ന നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ വചനമാകുന്ന കൂടത്തെ, ആ വചനം ഒന്നും കൂടെ വായിക്കുവാണ്. എൻ്റെ വചനം അഗ്നി പോലെയാണ്. അഗ്നി എന്ന് പറഞ്ഞാൽ അത് ചുട്ട് കരിച്ച് ചാരവാക്കും ഏതിനെയും. അതുപോലെ ജീവിതത്തിനകത്ത് ചിലതൊക്കെ കത്തിക്കരിഞ്ഞ് പോകേണ്ടതാണ്, ചിലതൊക്കെ പാറ പോലെ അത് പൊട്ടിപ്പോകേണ്ടതാണ്. വചനം അഗ്നി പോലെയുള്ള വചനത്തെ, കൂടം പോലെയുള്ള വചനത്തെ ദിവസവും കയ്യിലെടുക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികൾ മാറും. ഈ തിങ്കളാഴ്ച മുതൽ ഈ ഞായറാഴ്ച വരെ ദൈവവചനം കേട്ട എല്ലാവരെയും ഓർക്കുവാണ്. പ്രത്യേകിച്ച് ഒരു നിയോഗത്തോടെ പ്രാർത്ഥിച്ചവർ ഇന്ന് അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ നിങ്ങളെ ഓർക്കും, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവമേ, അങ്ങ് തരുന്ന മഹാഭാഗ്യം കണ്ണുകൊണ്ട് കാണാനും മനസ്സുകൊണ്ട് മനസ്സിലാക്കാനും ജീവിതത്തിൽ അത് അനുഭവിക്കാനും ഇടയാകണമേ. അതിനുവേണ്ടി വചനമാകുന്ന തീ പോലെയുള്ള വചനം, കൂടം പോലെയുള്ള വചനത്തെ എടുത്ത് വിശ്വാസത്തിലെടുത്ത് പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തിലെടുത്ത് പ്രാർത്ഥിക്കുന്നു. മാനസാന്തരങ്ങൾ, മാറ്റങ്ങൾ, തിരിച്ചറിഞ്ഞ് തിരിച്ചു വരുന്ന അനുഗ്രഹങ്ങൾ ഉണ്ടാവും. പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങൾ,
അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്ന്, നിരാശയിൽ നിന്ന്, ആത്മഹത്യാ പ്രവണതയിൽ നിന്നും ഞങ്ങളെ സൂക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും തരണമേ. സമാധാനം തരണമേ. സന്തോഷം തരണമേ. ആരോഗ്യം തരണമേ. നല്ല ജീവിതം തരണമേ. പുതിയ വഴികൾ തുറക്കണമേ. ഈ ഒരാഴ്ചക്കാലം ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി. വചനം കേട്ടവർക്ക് നന്ദി. ആ വചനം അയച്ചു കൊടുത്തവരെ ഓർത്ത് നന്ദി. സ്റ്റാറ്റസ് ഇട്ടവരെ ഓർത്ത് നന്ദി. ഈ വചനം എഴുതി വച്ചവർക്ക് ഓർത്ത് നന്ദി. ഈ വചനം ഇനിയും കേൾക്കാനുണ്ട് ഒരുപാട് പേർ. അവരിലേക്ക് ഈ വചനം എത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളിലൂടെ ഈ വചനം അനേകരുടെ ജീവിതങ്ങളിൽ കൂടം പോലെയുള്ള, തീ പോലെയുള്ള വചനം നിങ്ങളിലൂടെ അനേകർ ലോകത്തിൻ്റെ അറ്റത്തുള്ള ആളുകൾ കേൾക്കാനിടയാകട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, സൗഹൃദ വലയത്തിലുള്ളവർ സകലർക്കും ഈ വചനം ഒരു അനുഗ്രഹമാകട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ ഈ വചനത്തിലൂടെ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങൾ 25, 26, 27 തീയതികളിൽ ബാംഗ്ലൂർ റിനീവൽ റിട്രീറ്റ് സെൻറ്ററിൽ വച്ച് വൈകുന്നേരം 5 മണി മുതൽ 8:30 വരെ നിയോഗ പ്രാർത്ഥന ബൈബിൾ കൺവെൻഷൻ നടത്തുകയാണ്. തീർച്ചയായിട്ടും ആ ദേശത്തുള്ളവർ, പരിചയക്കാർ, പ്രിയപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ ആരെങ്കിലുമൊക്കെ ആ ദേശത്തുണ്ടെങ്കിൽ വൈകുന്നേരമാണ്, 5:30 മുതൽ 8:30 വരെയാണ്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്, വരാവുന്നതാണ്. 3 ദിവസം പ്രാർത്ഥനയോടെ ഒരനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാക്കി, സന്ധ്യകളാക്കി നമുക്ക് മാറ്റാം. നാളെ തിങ്കളാഴ്ചയാണ്. ഒരുമിച്ച് വചനം കേൾക്കണം, ഒരുമിച്ച് വരണം, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. 5:30 തന്നെ സാധ്യമെങ്കിൽ, ഒക്കുന്നെങ്കിൽ എഴുന്നേറ്റ് 5:30 തന്നെ വചനം കേൾക്കുക. അത് അനുഗ്രഹമാണ്. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.